ആമേൻ. താങ്ക് യു. കർത്താവിന്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വേൾഡ് ക്രിസ്ത്യൻ പ്രയർ ലൈനിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പുതുതായിട്ട് കടന്നു വന്നവരും അല്ലാത്തവരുമായിട്ടുള്ളവരെ, അതുപോലെ തന്നെ ഇതിനെ ലീഡർഷിപ്പ് പറയുന്ന പ്രിയ കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ ജോണൈസക് പാസ്റ്റർ കുടുംബം, മറ്റുള്ള ദൈവദാസിമാര് ദൈവദാസന്മാർക്ക് എല്ലാവർക്കും എൻ്റെ കുടുംബത്തിന്റെ സ്നേഹവന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, നമ്മൾ ഏലിയാവിൽ കൂടെ നടന്ന അത്ഭുതത്തെ കുറിച്ചാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ മഴയെ നിർത്തുന്ന കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു. അതിനകത്ത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു സഹോദരി ഇതിനകത്ത് ഇല്ലെന്ന് തോന്നുന്നു, കഴിഞ്ഞ ആഴ്ച പറഞ്ഞായിരുന്നല്ലോ, ഞാൻ മഴയെ നിർത്തിയ കാര്യം, വിറവ് വെട്ടുന്നവരെ മഴ പെയ്യാൻ മിനി പീലിപ്പോസ് പറഞ്ഞായിരുന്നു. മിനി പീലിപ്പോസ് അല്ലയോ ആന്ന് തോന്നുന്നു. ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവമക്കളെ, നിങ്ങൾ നിങ്ങളുടെ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ നിർമ്മല ഹൃദയത്തോടെ നിഷ്കളങ്ക ഹൃദയത്തോടെ കർത്താവിനെ അനുസരിക്കാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നത് നിങ്ങൾ തന്നെ കാണും. അത് നിങ്ങൾ കാണണം. നിങ്ങളിൽ കൂടി നടക്കുന്ന അത്ഭുതങ്ങൾ കണ്ടിട്ട് വേണം നിങ്ങളുടെ മക്കൾ പറയണം, എൻ്റെ മമ്മി, എൻ്റെ പപ്പ, അല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ അമ്മ, എൻ്റെ അപ്പൻ പ്രാർത്ഥിച്ചാൽ വല്ലതൊക്കെ നടക്കും. ഈ ദൈവം അടുത്തിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവത്തെ പോലെ വേറൊരു ദൈവം ഇല്ലെന്ന് ആദ്യം സാക്ഷ്യം പറയുന്നത് നിങ്ങളുടെ വീട്ടിൽ നിന്നാണ്. നിങ്ങളുടെ വീട്ടിൽ, നിങ്ങളുടെ ഭവനത്തിൽ നമുക്ക് സാക്ഷ്യമില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് എന്നാ പ്രയോജനം? പ്രാർത്ഥനാകാരിയാണെന്നോ പ്രാർത്ഥനാകാരനാണെന്നോ പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. അതുകൊണ്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ആരോട് പ്രാർത്ഥിക്കുന്നു, എങ്ങനെ പ്രാർത്ഥിക്കുന്നു, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വലിപ്പം. വലുതായിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം. ആ വ്യക്തിയുടെ പ്രാർത്ഥന കർത്താവ് അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. നമുക്ക് വായിക്കാം. മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേട്ടാ. മത്തായി 13-ന്റെ മത്തായി 23-13. സ്തോത്രം. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു. നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നതുമില്ല. കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശരും ആയുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ വിധവമാരുടെ വീടുകളെ വിഴുങ്ങുകയും ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇത് ഹേതുവായി നിങ്ങൾക്ക് കടുപ്പമേറിയ ശിക്ഷാവിധി വരും. കപടഭക്തിക്കാരായ കടുമയേറിയ ശിക്ഷാവിധി ആർക്ക് വരുമെന്നാ പറഞ്ഞു? പ്രാർത്ഥിക്കുന്നവർക്ക്. എങ്ങനെ പ്രാർത്ഥിക്കുന്നവർക്ക്? ദീർഘമായി ഉപായ രൂപേണ ദീർഘമായി പ്രാർത്ഥിക്കും. അങ്ങനെ പ്രാർത്ഥന വല്ലതും കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇടയിലുണ്ടോ? നമ്മുടെ ഇടയിലുണ്ടോ? ഉണ്ടോ മാമേ? എന്താ അതേ ഉള്ളൂ. അതാണ് പ്രാർത്ഥന. നിങ്ങളുടെ പ്രാർത്ഥന ദൈവം അംഗീകരിക്കുന്നതാണെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കുത്തിയിരുന്ന് നിങ്ങൾ കർത്താവുമായിട്ട് പറയാൻ പഠിക്കണം. കർത്താവിനോട് കൂടെ നടക്കാൻ പഠിക്കണം. ഇത് ആദ്യം അവിടുന്ന് ചെയ്യണം. പിന്നെ വലിയ പൊതു സ്ഥലത്ത് ചെല്ലുന്ന നീട്ടിപ്പിടിച്ച പ്രാർത്ഥനയല്ല, ചുരുക്ക വാചകങ്ങളിൽ പ്രാർത്ഥിക്കാനും പഠിക്കണം. നമ്മുടെ ഈ സ്റ്റൈലൊക്കെ മാറ്റണം. നമ്മൾ കർത്താവിന്റെ സ്റ്റൈലിലേക്ക് വരണം. ഏലിയാവിന്റെ പ്രാർത്ഥനയുടെ നീളവും വീതിയും മണ്ണും ഒക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചാണ്. ഇനി അടുത്ത അത്ഭുതമാണ് കാണാൻ പോകുന്നത്. അടുത്ത അത്ഭുതം, ഏലിയാവിനോട് പറഞ്ഞു നീ കെരീത് തോട്ടിൽ പോയിരിക്കാൻ പറഞ്ഞു. അതിനുശേഷം കെരീതിലെ വെള്ളമെല്ലാം പറ്റി. അപ്പം കെരീതിലെ വെള്ളമെല്ലാം പറ്റി കഴിഞ്ഞു. കാക്കയുടെ വരവും നിന്നു, വെള്ളവും പറ്റി. അതിന്റെ 7 മുതലുള്ള വാക്യങ്ങളൊന്നും വായിച്ചിട്ടുണ്ട്. എന്നാൽ ദേശത്ത് മഴ പെയ്യായികയാൽ കുറെ ദിവസം കഴിഞ്ഞ ശേഷം തോട് വറ്റിപ്പോയി. അപ്പോൾ എന്തായിരുന്നു? മഴ പെയ്യാതിരുന്നു. മഴയെ നിർത്തിയത് ആരായിരുന്നു? മഴ നിർത്തിയത് ഏലിയാവ് തന്നെയാ, അല്ലേ? ഏലിയാവ് നിർത്തിയത്. അപ്പം ഇനിയും വേറൊരു പ്രൊവിഷൻ ദൈവത്തിന്റെ പ്രൊവൈഡ് ഉണ്ടാകാൻ പോവാണ്. അത് എങ്ങനെയാണ്? നമ്മളെ ആയിരിക്കും ഇവിടുത്തെ നിന്നുപോയി
നമുക്കിനി ഒരു പ്രൊവിഷനും ഇല്ല എന്ന്. അപ്പൊ ദൈവം നിങ്ങൾക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് ഏതെങ്കിലും തരത്തിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ആ നന്മ നിന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടുത്തെ നിന്നുപോയി, ആ വാതില് അടഞ്ഞു. അപ്പോ അടഞ്ഞ ഉടനെ തന്നെ കർത്താവ് വേറൊരു വാതിൽ എന്ത് ചെയ്യും? തുറന്നിരിക്കും. അപ്പൊ ആ തുറന്നിടത്തേക്ക് പോകാനായിട്ട് ആര് പഠിക്കണം? നമ്മൾ പഠിക്കണം. ഏലിയാവ് പഠിക്കണം. എന്നാലേ ഏലിയാവിന് ദൈവം തരാൻ ആഗ്രഹിക്കുന്ന നന്മ കിട്ടത്തുള്ളൂ. അടുത്ത വാക്യങ്ങൾ വായിച്ചാട്ട് താഴോട്ട് വായിച്ചാട്ട് അപ്പോൾ 12, അവന് 13 വരെ. യഹോവയുടെ അരുളപ്പാടുണ്ടായതെന്തെന്നാൽ, നീ എഴുന്നേറ്റ് സീദോനോട് ചേർന്ന സാരഫാത്തിലേക്ക് ചെന്ന് അവിടെ പാർക്ക. നിന്നെ പുലർത്തേണ്ടതിന് അവിടെ ഉള്ള ഒരു വിധവയോട് ഞാൻ കൽപ്പിച്ചിരിക്കുന്നു. അങ്ങനെ അവൻ എഴുന്നേറ്റ് സാരാഫാത്തിന് പോയി. അവൻ പട്ടണവാതിക്കൽ എത്തിയപ്പോൾ അവിടെ ഒരു വിധവ വിറക് പെറുക്കിക്കൊണ്ടിരുന്നു. അവൻ അവളെ വിളിച്ചു, എനിക്ക് കുടിപ്പാൻ ഒരു പാത്രത്തിൽ കുറെ വെള്ളം കൊണ്ടുവരണമേ എന്ന് പറഞ്ഞു. അവൾ കൊണ്ടുവരുവാൻ പോകുമ്പോൾ, ഒരു കഷ്ണം അപ്പവും കൂടെ നിന്റെ കയ്യിൽ കൊണ്ടുവരണമേ എന്ന് അവൻ അവളോട് വിളിച്ചു പറഞ്ഞു. അതിനവൾ, നിന്റെ ദൈവമായ യഹോവയാണ്, കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പ എണ്ണയും മാത്രമല്ലാതെ എനിക്കൊരു അപ്പവുമില്ല. ഞാൻ ഇതാ 2 വിറവ് പെറുക്കുന്നു. ഇത് കൊണ്ടുവന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ തിന്നിട്ട് മരിപ്പാനിരിക്കുകയാകുന്നു എന്ന് പറഞ്ഞു. മതി മതി മതി. ഓക്കെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചു കൊള്ളണം. സാരാഫാത്തിലെ വിധവയെ കുറിച്ച് എവിടെങ്കിലും യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ലൂക്കോസിന്റെ സുവിശേഷം 4. അപ്പം ലൂക്കോസിന്റെ സുവിശേഷത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പൊ ഇത് നമ്മൾ വിശദമായിട്ട് എന്ത് ചെയ്യണം? പഠിക്കണം. ഇവിടെ ഏലിയാവിനോട് പറഞ്ഞു, നീ സീദോനിലേക്ക് പോകണം. അവിടെ സാരാഫാത്തിന് പോയി ചെന്ന് അവിടെ എന്ത് ചെയ്യണം? അവിടെ പാർക്കണം. അവിടെ ഞാൻ ആരോട് പറഞ്ഞിട്ടുണ്ട്? കൽപ്പിച്ചിട്ടുണ്ട്. അഡ്രസ് വല്ലതും കൊടുത്തോ? ഇല്ല, അഡ്രസ് ഒന്നും കൊടുത്തിട്ടില്ല. അപ്പൊ ദൈവം ഒരാളോട് കൽപ്പിച്ചിട്ടുണ്ട് നിനക്ക് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി. എല്ലാം പറഞ്ഞാട്ടെ, എനിക്ക് ഒരു പ്രൊവിഷന് വേണ്ടി ദൈവം ഒരാളോട് കൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ചെല്ലുക എന്നുള്ളത് ആരുടെ ചുമതലയാ? 2013 ഞങ്ങള് ഇവിടെ ഞാൻ ഇപ്പൊ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്, ഇവിടെ വന്നു, ഒക്ലഹോമായി വന്നത് എന്തിനു വേണ്ടിയായിരുന്നു? മോളുടെ പ്രസവത്തോടുള്ള ബന്ധത്തിലാണ് വന്നത്. ആദ്യത്തെ കുഞ്ഞ് ജനിക്കാൻ പോവാണ്. അപ്പം ആ ജനത്തോടുള്ള ബന്ധത്തിൽ വന്നപ്പോൾ എൻ്റെ മോള് അവിടെ ഹസ്ബൻഡിനോട് പറഞ്ഞു, മമ്മിയെ കൊണ്ട് ഇവിടെ അടുത്തുള്ള ഹോസ്പിറ്റലിൽ ഒന്ന് പോകാനായിട്ട്. അവിടെ ചെന്ന് ആപ്ലിക്കേഷൻ കൊടുത്തു. മകളെ ഇവിടെ ആ ജോലി കിട്ടി. ഷേർലി ഞങ്ങൾ രണ്ടുപേരും കൂടെ മൂവ് ചെയ്തു. 2014 ഫെബ്രുവരിയിൽ ഇത് മൂവ് ചെയ്തു. 6 മാസത്തിനുള്ളിൽ ഷേർലി ജോലി ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ഹോസ്പിറ്റലെ ഷട്ട് ഡൗൺ ചെയ്തു. അതെന്തുകൊണ്ടാണ് ഷട്ട് ഡൗൺ ചെയ്തതെന്നായിരുന്നു? നേരത്തെ ഇവർക്ക് അറിയാമായിരുന്നു? ഞങ്ങൾക്ക് ആർക്കും വല്ലതും അറിയാമായിരുന്നു? ഇല്ല. അപ്പൊ അവിടെ ഷട്ട് ഡൗൺ ആകുന്നതിന് മുമ്പ് ദൈവം അവർക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? വഴി തുറന്നു. ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്, വഴി തുറന്നിട്ടുണ്ട്. ഇവിടെ കാക്ക നിന്നു, വെള്ളത്തിന്റെ വരവ് നിന്നു. അത് നിൽക്കുമെന്ന് ആർക്കറിയാം? ദൈവത്തിന്. അപ്പൊ അറിയാവുന്ന ദൈവം വേറൊരു വഴി ആർക്ക് വേണ്ടി തുറന്നു? ഞങ്ങൾക്ക് വേണ്ടി തുറന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി വഴി തുറക്കത്തില്ലയോ? തുറക്കും. ഇന്നലെ ഞങ്ങളുടെ ജീവിതത്തില്, ഞങ്ങളുടെ കുടുംബത്തിൽ ഒരു അത്ഭുതം നടന്നു. ഞങ്ങളുടെ എന്റെ മരുമോക്ക് 7 വർഷമായി അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ പിരിച്ചുവിടും എന്ന് പറഞ്ഞു. 2ാമത്തെ പ്രാവശ്യം വന്ന് ഇതില് അവളെ റിമൂവ് ഇന്നലെ ജോലി നഷ്ടപ്പെട്ടെന്ന് അവർക്ക് മെയിൽ വന്നു. ഞങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അത്ഭുതം നടക്കും, ഈ ജോലിയിൽ ഒരു അത്ഭുതം നടക്കും എന്ന് ഞങ്ങള് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ദൈവം നഷ്ടപ്പെട്ടു പോയ ജോലി, അവള് HR ഇതുപോലെ ഒരു കത്ത് കൊടുത്തു. ഞാന്
ഗർഭിണിയായിട്ടിരിക്കുകയാണ്. അന്നേരം നേരത്തെ എന്തുകൊണ്ട് പറഞ്ഞില്ല? അങ്ങനെ ആ ജോലി അവൾക്ക് തിരിച്ചു ലഭിക്കുവാൻ ഇടയായി തീർന്നു. വളരെ ദൈവം ഒരു അത്ഭുതമാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്തത്. ദൈവത്തിന് കഴിയാത്തതൊന്നുമില്ല. പ്രയർ ലൈനിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരും അറിഞ്ഞിരിക്കും. ഞാനത് ആദ്യമേ മറന്നുപോയതാണ്. റാണി സിസ്റ്ററെ ഞാൻ പെട്ടെന്ന് വിളിച്ചു. ഇന്നലെയാണ് റാണി സിസ്റ്റർ പ്രയർ ലൈനിൽ അത് പ്രാർത്ഥിച്ചു. അങ്ങനെ ദൈവം ഒരു അത്ഭുതം, അവൾക്ക് ആ ജോലി നഷ്ടപ്പെട്ടു പോയത് തിരികെ ലഭിക്കാനിടയായി തീർന്നു. സാധാരണ ആരും അങ്ങനെ ചെയ്യുന്നതല്ല. ഒരു അത്ഭുതമാണ് ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തത്. ദൈവത്തിന് അസാധ്യമായതൊന്നുമില്ല. ആമേൻ. താങ്ക് യു. അപ്പം ദൈവം നമുക്ക് വേണ്ടി തുറക്കുന്ന വഴികൾ ആ ഒരു മനുഷ്യന്റെ കണ്ണിൽ കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല എന്ന് പറയുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ ആദ്യം തന്നെ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. ഓക്കെ. ഈ നോർത്ത് ഇന്ത്യയിൽ നിന്ന് ഒരു പാസ്റ്റർ എന്നെ ഹലോ അതങ്ങനെയാണ് ഇങ്ങനെയാണ് പല കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ഞാൻ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ ഇദ്ദേഹത്തെ പറ്റി തിരക്കുണ്ട്. ഇദ്ദേഹം ഒരു മടിയനാണ്. ജോലി എന്താണ്? മടിയനാണ്. അപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം വന്നേക്കുന്നു, ഈ ആരുടെ ജോലി ചെയ്യുന്നത്? ഈ പുള്ളി ആരുടെ ജോലി ചെയ്യുന്നത്? പറഞ്ഞേ. കർത്താവിന്റെ ജോലി. കർത്താവ് എന്ന് പറഞ്ഞാൽ ഏത് കർത്താവാ? അദ്ദേഹത്തിന്റെ എംപ്ലോയർ ആരാ? സർവശക്തനല്ലയോ? അതെ. അപ്പം ആരാ ശമ്പളം കൊടുക്കേണ്ടത്? ആരാ? നാട്ടുകാരാണോ? സർവശക്തൻ. അപ്പം നീ ജോലി കറക്റ്റായിട്ട് ചെയ്യുമെന്നുണ്ടെങ്കിൽ നിനക്ക് ശമ്പളം തരുമോ തരത്തില്ലയോ? തരും. അപ്പൊ ശമ്പളം കിട്ടുന്നില്ലെങ്കിൽ ആരുടെ കുഴപ്പം? ജോലി ശരിയായിട്ട് ചെയ്യുന്നില്ലെന്നുണ്ടെങ്കിൽ ശമ്പളം തരുമോ? ഏതെങ്കിലും കമ്പനിക്കാർ തരുമോ? ഇല്ല, കിട്ടത്തില്ല. ഒന്ന് നമ്മുടെ സിസ്റ്റം അനുസരിച്ചിട്ട് ഒരു പാസ്റ്റർ എത്ര മണിക്കൂർ ജോലി ചെയ്യുന്നു എന്നുള്ളവരെ നിങ്ങൾ അങ്ങ് കണക്ക് കൂട്ടിയാൽ മതി. പ്രത്യേകിച്ച് അമേരിക്കയിലെ കണക്ക് കൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5-6 മണിക്കൂറാണ് ഒരാഴ്ചയിൽ ഇവര് ജോലി ചെയ്യുന്നത്. അപ്പം നിങ്ങൾ ഈ കേരളത്തിലുള്ളവരും അങ്ങനെ ജോലി ചെയ്യുന്നതാണ്. അപ്പം ജോലികളെ അനുസരിച്ചിരിക്കും എന്തോ കിട്ടുന്നത്, ശമ്പളം കിട്ടും. അപ്പം ആത്മാർത്ഥമായിട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കണം. അപ്പോഴാണ് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നത്. അല്ലാത്തവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യത്തില്ല. ഇവിടെ നമ്മൾ നോക്കുന്ന ഉടനെ സാരാഭാത്തിലേക്ക് ചെയ്യുന്നു. അപ്പം അവിടെ ഒരു സ്ത്രീ വിറവ് പറക്കാൻ വന്നു. അവരോട് പറഞ്ഞു എനിക്കൊരു സ്വല്പം വെള്ളം വേണമെന്ന് പറഞ്ഞു. ഓക്കെ, വെള്ളം കൊണ്ട് കൊടുക്കാനായിട്ട് പോയിരുന്നെ ഒരു കഷ്ണം അപ്പം കൂടി എടുത്തോളാൻ പറഞ്ഞു. അപ്പൊ ഈ സ്ത്രീ പറയുന്ന വാക്കുകൾ നിങ്ങളൊന്ന് ചോദിച്ചോണം. അതിന് അവൾ നിന്റെ ദൈവമായ യഹോവയാണ്. അപ്പം ഇവൻ ആരാണെന്ന് നല്ലതുപോലെ അറിയാം. ആരാണ് വന്നിരിക്കുന്നതെന്ന് ഈ സ്ത്രീക്ക് നല്ലതുപോലെ അറിയാം. ഇത് സാരാഭാത്തിലെ അല്ലെന്നുണ്ടെങ്കിൽ സീദോനിലെ ഒരു ആളല്ല വന്നിരിക്കുന്നത്. ഇത് ഇസ്രായേലിലെ ഒരു പ്രവാചകനാണ് വന്നിരിക്കുന്നതെന്ന് ഇവർക്ക് നല്ലതുപോലെ അറിയാം. അറിയാമോ? അറിയത്തില്ലയോ? അറിയാം. അതുകൊണ്ടാണ് പറയുന്നത് നിന്റെ ദൈവമായ യഹോവയാണ്. ഞങ്ങളുടെ ദൈവത്തിന്റെ ആൾക്കല്ല നീ വന്നിരിക്കുന്നത്, നിന്റെ ദൈവമായ യഹോവയാണ്. കലത്തിൽ ഒരു പിടി മാവും തുരുത്തിയിൽ അല്പം എണ്ണയും മാത്രമേ ഉള്ളൂ. അപ്പൊ അവിടെ എന്തുമാത്രം സാധനം ഉണ്ട്? കയ്യില് ഒരു പിടി മാവും അല്പ എണ്ണയുണ്ട്. അല്ല, വേറെ ഒന്നുമില്ല. എനിക്ക് ഒരു അപ്പവും ഇല്ല, മാത്രമല്ലാതെ ഒരപ്പവും ഇല്ല. എക്സ്ട്രാ എനിക്ക് ഒരപ്പവും ഇല്ല, ഒന്നുമില്ലെന്ന് പറഞ്ഞു വേറെ തരാനായിട്ട്. ഇവള് പറഞ്ഞ വാക്കുകളാണ്. ഞാനിതാ 2 വിറവ് പറക്കുന്നു, അത് കൊണ്ടുപോയി ചെന്ന് എനിക്കും മകനും വേണ്ടി ഒരുക്കി അത് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാ? തിന്നിട്ട് എന്ത് ചെയ്യാൻ പോവാ? തിന്നിട്ട് ചാകാനിരിക്കുക. നമ്മൾ കേട്ടില്ലേ, ഈ പോക്ക് പോയാൽ നമ്മൾ ചത്തു പോകത്തേ ഉള്ളൂ. കേട്ടില്ലേ? ഈ വാക്ക് പറയാറുണ്ടോ? നമ്മൾ വായിന്ന് വരുന്ന വാക്കുകള് നമുക്ക് പ്രതികൂലമായിട്ട് വരരുത്. നിങ്ങളുടെ സാഹചര്യത്തെ നോക്കി നിങ്ങൾ എന്ത് ചെയ്യരുത്? നിങ്ങളെ തന്നെ ശപിക്കരുത്.
ഇപ്പൊ ഈ സ്ത്രീ ഈ സാഹചര്യത്തെ നോക്കി എന്തോ പറഞ്ഞത് ഇപ്പം? മരിക്കാൻ പോവാണ്. എന്നാ അത് നല്ല വാക്കാന്നാ പറഞ്ഞത്, ശാപവാക്കല്ലേ പറഞ്ഞത്? അതെ ആണോ? അതെ. എന്തുകൊണ്ടാ പറയാൻ കാര്യം? ദേശം എല്ലാം ക്ഷാമമാണ്. ദാരിദ്ര്യം അങ്ങ് മൂത്ത് നിൽക്കുകയാണ്. ദേശത്ത് ദാരിദ്ര്യം കൊണ്ട് നിൽക്കുകയാണ്. അതെ. വെള്ളവുമില്ല, ഒന്നുമില്ല, ആഹാരവും കിട്ടാനില്ല, ഒന്നുമില്ല. അപ്പൊ സാഹചര്യത്തെ നോക്കിയിട്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യുന്നത്? ആമേൻ. വിളിച്ചു സ്തോത്രം. പറയുന്നത്. അങ്ങനെ സാഹചര്യത്തെ നോക്കിയിട്ട് പറയരുത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് വേണ്ട കാര്യം പറയാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിളിക്കണം. നിങ്ങൾക്ക് വേണ്ടിയ കാര്യത്തെ ഇപ്പൊ അവരൊരു പ്രവചനമാണ് നടത്തിയത്. അപ്പൊ ചോദിക്കുക അത് പ്രവചനമാണോ എന്ന്. അവൾ പ്രവാചിക അല്ലല്ലോ എന്ന്. പറയുന്ന വാക്കുകൾ അത് പ്രവചനമായിട്ട് അങ്ങ് മാറും. ആമേൻ. നിങ്ങൾ പറയുന്ന വാക്കുകൾ എന്തായിട്ട് മാറും? പ്രവചനമായിട്ട് മാറും. പ്രവചനമായിട്ട് മാറും. അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് എൻ്റെ ദൈവമാണ്, ഞാൻ അവനിലാണ് ആശ്രയിക്കുന്നത്, എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുമെന്ന് നിങ്ങൾ വിളിച്ച് പറയാൻ പഠിക്കണം. എവിടെ നിന്ന് പറയണമെന്ന് അറിയാമോ? കർത്താവിന്റെ സന്നിധാനത്തിൽ നിന്ന് പറയണം. നാട്ടുകാരെ കേൾപ്പിക്കാനല്ല പറയേണ്ടത്. എവിടെ നിന്ന് പറയണം? സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധാനത്തിൽ ഈ സന്നിധാനത്തിൽ നിന്ന് എനിക്ക് വേണ്ടി പ്രൊവൈഷൻ കർത്താവ് നമുക്ക് വേണ്ടി എന്തൊക്കെയാ തന്നേക്കുന്നത്? ഈ പുതിയ കവനന്റിനകത്ത് നമ്മൾ എപ്പോഴും ഈ കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലാകും? കവനന്റ് ഇസ്രായേൽ മക്കൾക്ക് മനസ്സിലാകും. കവനന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടമ്പടി എന്നാണ്. എന്താണ് ഉടമ്പടി? ഉടമ്പടി നമ്മളോട് ചെയ്തേക്കുന്നത് ബ്ലഡ് കവനന്റ് ആണ് ചെയ്തിരിക്കുന്നത്. എന്ത് കവനന്റാ? രക്തത്തിന്റെ കവനന്റ് ആണ് ചെയ്തിരിക്കുന്നത്. പണ്ട് നമ്മുടെ നാട്ടില് ഇതിന് വളരെ പ്രസക്തി ഉണ്ടായിരുന്നു. രണ്ട് കൈകള് ഉടമ്പടി ചെയ്യുന്നവർ തമ്മിൽ ഇവിടെ മുറിച്ചിട്ട് മറ്റേ ആളിനെ ഇവിടെ മുറിച്ചിട്ട് കൂട്ടി വെച്ച് കെട്ടിയിട്ട് ഉടമ്പടി ചെയ്യുന്ന ഒരു പരിപാടികളൊക്കെ പണ്ട് ഇന്ത്യയിലുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇവിടുത്തെ ഈ തള്ളവരന്റെ ഈ അറ്റം മുറിച്ചിട്ട് സ്ത്രീകളുടെ ഇവിടെ ഇങ്ങനെ ഒഴുകും. ഇപ്പൊ അതിന് സിന്ദൂരം ഇടുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വിവാഹം കഴിച്ച് തിരിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഉടമ്പടി നടത്തുന്നതാണ്. അപ്പൊ അങ്ങനെയാണ് ആ സിന്ദൂരത്തിന്റെ പരിപാടി വന്നത്. ഈ മനുഷ്യന് ഉടമ്പടികളൊക്കെ ഇന്ത്യക്കാരൊക്കെ ഇന്ത്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിലും അറബ് രാജ്യങ്ങളിലും ഇതെല്ലാം ഉണ്ടായിരുന്നതാണ്. വെസ്റ്റേണിലാണ് ഈ ഉടമ്പടിയെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരുന്നു. ഉടമ്പടിയെക്കുറിച്ച് നല്ലോണം അറിയാവുന്നവരായിരുന്നു ഇന്ത്യക്കാർ. പക്ഷെ നമ്മുടെ മലയാളികളായിരുന്നു നമ്മൾ ഉടമ്പടി എന്ന് പറയുന്നത് എന്താണെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു സ്റ്റേജിലേക്ക് എത്തി. കാരണം നമ്മുടെ പ്രസംഗങ്ങളും വാക്കുകളും എല്ലാം വെറും വാക്കുകളായിട്ടങ്ങ് മാറി. ഈ നമ്മുടെ പുതിയ നിയമത്തിലെ ഉടമ്പടിക്കകത്ത് നമുക്ക് എന്താണ് തന്നിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്കൊന്ന് വായിച്ചാട്ടെ. ഉടമ്പടിക്കകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? ഉടമ്പടി എവിടെ എഴുതിയിട്ടുണ്ടെന്ന് വല്ലതും അറിയാമോ? മാമ അറിയാമോ? നിയമത്തിന്റെ ഉടമ്പടി. പുതിയ നിയമത്തിൽ ഉടമ്പടി എവിടെ എഴുതിയേക്കുന്നതെന്ന് അറിയാമോ ആർക്കെങ്കിലും? ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാ. അതെ, പുതിയ നിയമത്തിന്റെ രക്തത്തിൽ അപ്പവും വീഞ്ഞും അത് കൊടുക്കുമ്പോ ഉടമ്പടി. അപ്പം വീഞ്ഞിനകത്തില് ഉടമ്പടിയെ ചെയ്യുന്നത്. അതിനകത്ത് ഉടമ്പടിക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്നുള്ള പ്രൊവിഷൻസ് എന്തൊക്കെയാണെന്ന് വല്ലതും പറഞ്ഞ് എഴുതിയിട്ടുണ്ടോ? എല്ലാം അറിയാമോ? അറിയത്തില്ല. ഓക്കെ. എബ്രായ ലേഖനം 13-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അത് മലയാളത്തിലും ഇംഗ്ലീഷിലും വായിക്കണം. 13-ന്റെ 20-21 വാക്യങ്ങൾ. നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്നും മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശു ക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവനെ എന്നേക്കും മഹത്വം. ആമേൻ. അപ്പൊ ഉടമ്പടിക്കകത്ത് എന്തോ എഴുതിയിരിക്കുന്നേ? നിത്യനിയമത്തിന്റെ രക്തത്താൽ ഉടമ്പടിക്കകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? വേറൊരാള് വായിച്ചാട്ടെ. സമാധാനത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയ ഇടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം
എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം നമ്മളെ യഥാസ്ഥാനപ്പെടുത്തും. ദൈവത്തിന്റെ ഇഷ്ടം നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. അത് നിങ്ങൾക്ക് ശരിയായിട്ടൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത എന്താ? വേറൊരാള് വായിച്ചേ, നിത്യനിയമത്തിന്റെ രക്തത്താൽ ആടുകളുടെ വലിയിടയനായ നമ്മുടെ കർത്താവായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ സമാധാനത്തിന്റെ ദൈവം നിങ്ങളെ യേശുവിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നമ്മിൽ നിവർത്തിക്കുമാറാകട്ടെ. അവന് എന്നേക്കും മഹത്വം. നമ്മുടെ ഉടമ്പടിക്കകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ നന്മയിലും എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് പ്രസാദമുള്ള യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് നിവർത്തിച്ച് തന്നിരിക്കുകയല്ല. ഓക്കെ, നിങ്ങൾ ഇതിനകത്തിലെ ബിനോയ് പാഷ കാണുന്നുണ്ടോ? ഇതിനകത്തിലുണ്ടോ? ബിനോയ് പാഷ ഇല്ലല്ലോ, ബിന്ദു മാത്രമേ ഉള്ളൂ. ഓക്കെ, 1997 ഇദ്ദേഹം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. അന്നേരം കല്യാണം ഒന്നും കഴിച്ചിട്ടൊന്നുമില്ല. ഒരു എലുമ്പ് പോലെ ഒരു കൊച്ചനായിരുന്നു. ഈ എൽസമ്മാമ്മയുടെ മമ്മി പറഞ്ഞിട്ടാണ് ഈ പുള്ളി വീട്ടിലോട്ട് വന്നത്. അന്നേരം ഞാൻ നാട്ടിലോട്ട് ചെന്ന സമയത്തായിരുന്നു. ഈ പുള്ളി രാത്രിയിൽ ഞങ്ങളുടെ വീട്ടിൽ കിടന്ന് ഉറങ്ങിക്കൊണ്ട് തന്നെ അച്ഛന് ഈ പുള്ളിയെ പൊക്കിയെടുത്തങ്ങ് തല്ലാനും പിടിക്കാനും ഒക്കെ തുടങ്ങി. ചീത്തവിളി ബഹളമായി. ഒടുവിൽ ഞാനും അമ്മയും എഴുന്നേറ്റ് സമാധാനപ്പെടുത്തി എല്ലാം വിട്ടതാണ്. അവിടുന്നാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട് ഈ പുള്ളി എവിടെ പോയെന്നൊന്നും എനിക്കറിയത്തൊന്നുമില്ല. എൻ്റെ അഡ്രസ്സ് വാങ്ങിച്ചുകൊണ്ടൊക്കെ പോയി. പിന്നെ ഒരുപാട് കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വല്ലപ്പോഴും ഒക്കെ എഴുത്തയക്കുമായിരുന്നു. ഇപ്പം എത്ര വർഷമായി ഞങ്ങൾ തമ്മിൽ പരിചയമായിട്ട്? ഒന്ന് പറഞ്ഞ ആരെങ്കിലും? 97 മുതലാ? 29 വർഷം. എത്രയോ? 29 years. ഓക്കെ, ഈ പുള്ളിയോടോ അല്ലെ ബിന്ദുവിനോടോ ഇവരോട് ആരോടേലും ഒന്ന് ചോദിച്ചത് ഇന്നേ നാഴിക വരെ അച്ഛാ എനിക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, ഒരു സൈക്കിളില്ല, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് അതില്ല ഇതില്ല, അല്ലെന്നുണ്ടെങ്കിൽ റേഷൻ വാങ്ങാൻ അരി വാങ്ങാൻ പൈസ ഇല്ല എന്ന് പറഞ്ഞ് 10 പൈസ പോലും ഇന്നേ നാഴിക വരെ ചോദിച്ചിട്ടില്ല. ഈ പുള്ളി എന്തോ കണ്ടോണ്ടാ പോയേക്കുന്നത്? ഹൈദരാബാദിൽ പോയത് എന്തോ കണ്ടോണ്ടാ? അദ്ദേഹത്തെ ഇന്ന് ഒരു മോടെ കല്യാണം കഴിഞ്ഞു, മോടെ പ്രസവവും കഴിഞ്ഞു. അതിനു പോലും ഇത്രയും വലിയ പരിചയമുള്ള എന്നോട് 10 പൈസ പോലും ചോദിച്ചിട്ടില്ല. ഈ മനുഷ്യനെ ആരാണ് നടത്തിയത് ഇത്രയും കാലം? സർവശക്തനായ ദൈവം. നിങ്ങൾ ഞാൻ പറയട്ടെ, എന്താണ് ഇദ്ദേഹത്തെ ഞാൻ കൂടുതൽ ബഹുമാനിക്കാൻ, ഈ സഹോദരിയെ ഇദ്ദേഹത്തെ ബഹുമാനിക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം പറയുന്നത് ഇന്നേ വരെ ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ഇല്ല എന്നുള്ള ഒരു വാക്ക് പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന് ഇല്ലായ്മ ഇല്ലായിരുന്നോ? ബിന്ദു ഇല്ലായ്മ ഇല്ലായിരുന്നോ? ഒന്ന് എഴുന്നേറ്റ് ബിന്ദു ഒന്ന് കാണിച്ചു, മുഖം ഒന്ന് കാണിച്ചിട്ട്. കല്യാണം കഴിച്ചൊക്കെ പിന്നീടൊക്കെ എന്നായിരുന്നു ഇവർ കല്യാണം കഴിച്ചത്? ബിന്ദു സിസ്റ്ററെ മുഖം ഒന്ന് കാണട്ടെ. 99 കല്യാണം കഴിച്ചത്. ഞാൻ അവിടെ വരുന്നത് 2002 അവിടെ ചെല്ലുന്നത്. അന്നേരം നിങ്ങൾ കുഞ്ഞുങ്ങളില്ലായിരുന്നു, എല്ലാം ഉണ്ടായിരുന്നോ? 2000 ബേബ ഉണ്ടായത്. അപ്പം അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അവരുടെ അടുക്കളോട്ട് ചെല്ലുന്നത്. ഈ കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഒരുപാട് പേർക്ക് പലർക്കും ഇതുവരിൽ കൂടിയാണ് സഹായങ്ങളെല്ലാം ചെയ്തിട്ടുള്ളത്. ഈ മനുഷ്യനിൽ കൂടിയാണ് എല്ലാ കാര്യങ്ങളും പലരെയും സഹായിച്ചിട്ടുള്ളത് ഈ മനുഷ്യനിൽ കൂടിയാണ്. എന്നിട്ട് പോലും അച്ഛാ എനിക്ക് ഒരു ചെറിയ സഹായം ചെയ്യണമെന്ന് ഇന്ന നാഴി വരെ പറഞ്ഞിട്ടില്ല.
ഞാനൊട്ട് ചെയ്തിട്ടുമില്ല. അതാ ഇതൊക്കെ രസം. എന്തിനാണ് ഞാൻ ഈ പറയുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, വിശ്വാസത്താൽ ഈ മനുഷ്യൻ ജീവിച്ച് കാണിച്ച ഒരു മനുഷ്യനാണ്. അങ്ങനെയാണ്, വിശ്വാസത്താൽ ജീവിച്ചു. വിശ്വാസത്താൽ ജീവിച്ച് കാണിച്ചു. സ്തോത്രം. ദൈവമക്കളെ, വിശ്വാസത്താൽ ജീവിക്കാൻ പഠിക്കണം. ആമേൻ. സ്തോത്രം, സ്തോത്രം. ഇത് ഭയങ്കര ഒരു നിസാര കാര്യമല്ല. ഇപ്പൊ ഈ സഹോദരി പറഞ്ഞത്, ഞങ്ങളെ ചാകാനിരിക്കുക, ഞങ്ങളുടെ കയ്യിൽ ഇതേ ഉള്ളൂ, ഞങ്ങൾക്ക് അപ്പം തരാനില്ല എന്നല്ലേ പറഞ്ഞത്. അതെ. അന്നേരം ഏലിയ പറയുന്ന വാക്കുകളൊന്ന് വായിച്ചാട്ടെ. ഏലിയ പറയുന്ന അടുത്ത വാക്യങ്ങൾ, 13-ാമത്തെ വാക്യം. ഓക്കെ, ഞാൻ അത് പറഞ്ഞില്ലല്ലോ. എന്താണ് ഈ കവനകത്ത് എഴുതിയിരിക്കുന്നത്? കവനകത്ത് എഴുതിയിരിക്കുന്നത് ഞാനൊന്ന് പറഞ്ഞിട്ടാവാ. ഓക്കെ, നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം. നിങ്ങളെ ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കവണ്ണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തി തനിക്ക് ദൈവത്തിന് പ്രസാദമുള്ളത് യേശുക്രിസ്തു മുഖാന്തരം നിവർത്തിക്കുമാറാകട്ടെ. അപ്പൊ ഈ കവനകത്ത് എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തുമെന്ന് ഈ കവനകത്തുണ്ട്. ഉണ്ടോ? ആ കവനന്റാണോ അല്ലയോ എന്ന് അറിയാൻ വേണ്ടി പറയാമോ സിസ്റ്ററെ? അത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ച്. Now may the God of peace, who brought again from the dead our Jesus, Lord Jesus, the great shepherd of the sheep, by the blood of the eternal covenant. By the blood of eternal covenant. ഇത് ഞാൻ നിങ്ങൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. അത് എവർലാസ്റ്റിംഗ് കവനന്റിനകത്ത് നമുക്ക് പുതിയ നിയമത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം എല്ലാ നന്മയ്ക്കും വേണ്ടി കരഞ്ഞു കൂടിക്കണോ? വേണ്ട. നിങ്ങൾക്ക് നിയമപ്രകാരം നന്മ തരണമെന്നുള്ളത് ആരുടെ വ്യവസ്ഥയാണ്? ദൈവത്തിന്റെ വ്യവസ്ഥ. അപ്പൊ ദൈവം വ്യവസ്ഥയിൽ നിന്ന് മാറുമോ? ഇല്ല. അപ്പൊ നമ്മൾ വ്യവസ്ഥയിൽ നിൽക്കാത്തതാണ് നമ്മുടെ പ്രശ്നം. ആമേൻ. ദൈവമക്കളെ, ഞാൻ ഇവരോട് രണ്ടുപേരോട് ചോദിച്ചു, ഈ കൊച്ചിനെ കല്യാണം കഴിപ്പിക്കാൻ തരുന്നത് നിങ്ങളെ എവിടുന്ന ഇത്രയും പൈസ? നിങ്ങളുടെ പൈസ കാണാൻ നിവർത്തിയില്ലല്ലോ. പക്ഷെ മനോഹരമായിട്ട് എല്ലാവരും നടത്തുന്നതിനേക്കാളും മാന്യമായിട്ട് കല്യാണം നടത്താൻ ഇടയായി തീർന്നു. എന്താ കാര്യം എന്ന് അറിയാമോ? ഈ മനുഷ്യൻ വിശ്വാസം ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. എന്തിനാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ വിശ്വാസത്താൽ ജീവിക്കാൻ പഠിക്കണം. സ്തോത്രം കർത്താവേ, കൃപ. വിശ്വാസത്താൽ ജീവിക്കാൻ പഠിക്കണം. ഒരു ഭയങ്കര ജീവിതമാണ്, ഉന്നതമായ ജീവിതമാണ് വിശ്വാസത്താൽ ജീവിക്കുക. കാരണം നിങ്ങളെ അവന്റെ ഇഷ്ടം ചെയ്യുവാൻ തക്കണം എല്ലാ നന്മയിലും യഥാസ്ഥാനപ്പെടുത്തും. ആര് പറഞ്ഞു? സ്വർഗത്തിലെ ദൈവത്തിന്റെ കവനന്റിനകത്ത് എഴുതിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കവനന്റും പ്രകാരം, കർത്താവേ ദിസ് ഈസ് യുവർ കവനന്റ്, ആ കവനന്റും പ്രകാരം നിന്റെ സന്നിധാനത്തിൽ കടന്നു വന്നിരിക്കുന്നു, എല്ലാ നന്മയിലും ഞങ്ങൾ യഥാസ്ഥാനപ്പെടുമാറാകട്ടെ. ആമേൻ. അത് നിങ്ങൾ വിശ്വസിച്ചിട്ട് അതിനകത്തിൽ നിൽക്കാൻ പഠിക്കണം. അപ്പോഴാണ് ദൈവത്തിന്റെ പ്രൊവിഷൻ ഉണ്ടാകുന്നത്. ഇനിയും ഇവളോട് എന്താ പറയുന്നത് നോക്കിയാണ്. 1 രാജാക്കന്മാർ 17-ാം അധ്യായം 13-ാമത്തെ വാക്യം. ഏലിയാവ് അവളോട് ഭയപ്പെടേണ്ട, ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. എന്നാൽ ആദ്യം എനിക്ക് ചെറിയൊരു അട ഉണ്ടാക്കി കൊണ്ടുവരിക, പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കിക്കൊള്ളുക. അടുത്തത് യഹോവ ഭൂമിയിൽ മഴ പെയ്ക്കുന്ന നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയുമില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഇദ്ദേഹം പറഞ്ഞത്, ഇദ്ദേഹം ദൈവത്തോട് വല്ലതും പ്രാർത്ഥിച്ചോ? ഇല്ല. ഇങ്ങനെ പറയാനുള്ള കാരണം എന്തായിരുന്നു? ഇദ്ദേഹം ഇങ്ങനെ പറയാനുള്ള കാരണം ഉണ്ട്. ദൈവം പറഞ്ഞായിരുന്നു സാരാഫത്തിൽ ഒരു വിധവയെ ഒരുക്കിയിട്ടുണ്ട്, ഞാൻ അവളോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോറ്റേണ്ടതിന്. അപ്പൊ ഇവിടെ കയ്യിൽ എന്തോ ഇല്ല, പ്രൊവിഷൻ. അപ്പൊ ഇല്ലാത്തവരുടെ അടുക്കലോട്ട് എന്തിനാ പറഞ്ഞു വിട്ടത്? ദൈവം അവിടെ പ്രൊവിഷൻ കൊടുക്കും.
സ്തോത്രം. ഇല്ല, ഏലിയാവിനെ പോറ്റുന്നതല്ല ദൈവത്തിന്റെ വിഷയം. പിന്നെ ആരെ പോറ്റുന്നതാണ്? വിധവയെ വിധവയും പോറ്റുന്ന മകനെ വിധവയെ മകനെ. കുടുംബത്തെ പോറ്റുന്നതാണ് ദൈവത്തിന് ഇമ്പോർട്ടന്റ്. ഹല്ലേലൂയ. അപ്പൊ സ്തോത്രം. ആ കൂട്ടത്തിലാണ് ഏലിയാവിനെ പോറ്റുന്നത്. ഇപ്പൊ മനസ്സിലാവുന്നുണ്ട്? ആമേൻ. അപ്പൊ ആമേൻ. പറയാണ്, ഏലിയ പറയാണ്, നീ ഭയപ്പെടണം, നീ ചെന്ന് നീ പറഞ്ഞതുപോലെ ചെയ്യുക. ആദ്യം എനിക്കൊരു ചെറിയ അട ഉണ്ടാക്കി കൊള്ളുക, ആമേൻ. കൊണ്ടുവരിക. പിന്നെ നിനക്കും നിന്റെ മകനും വേണ്ടി ഉണ്ടാക്കുക. പ്രസാദമുള്ളത് എന്നിട്ട് പറയാണ്, യേശുക്രിസ്തു യഹോവ നമ്മിൽ ഭൂമിയിൽ മഴ നിവർത്തിക്കുമാറാകട്ടെ. പെയ്യിക്കുന്ന അവനെ നാൾ വരെ കലത്തിലെ മാവ് തീർന്നു പോകുകയില്ല, ഭരണിയിലെ എണ്ണ കുറഞ്ഞു പോകുകയില്ല എന്ന് ഇസ്രായേലിന്റെ ദൈവമായ യഹോവയെ അരുളി ചെയ്യുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ദൈവം ഇതിനു മുമ്പ് അരുളി ചെയ്തത് എന്തായിരുന്നു? ഞാൻ വിധവയോട് കൽപ്പിച്ചിട്ടുണ്ട് നിന്നെ പോറ്റാൻ. ഹല്ലേലൂയ. അപ്പൊ ആ കൽപ്പിച്ചിരിക്കുന്ന വിധവയുടെ വീട്ടിലെ എണ്ണയും ഇത് മാവും കുറയാതിരിക്കണമെന്നുണ്ടെന്ന് ആര് പ്രവചിക്കണം? ഏലിയാവ് പ്രവചിക്കണം. ഏലിയാ പ്രവചിക്കണം. അപ്പൊ ഞാൻ ഇനി നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളാണോ വലുത് അതോ ഏലിയാവാണോ വലുത്? നമ്മളാ വലുത്. ആരെക്കാട്ടിലും? ഏലിയാവിനെ കാണും. എന്നിട്ട് നമ്മൾ ആരെ ദൈവത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുന്നത്? നമ്മൾ ഉപദേശിമാർ പറയുന്ന ആരുടെ ദൈവത്തിന്റെ പിന്നാലെ പോകാനാ? യഹോവയുടെ ദൈവം. ഏലിയാവിന്റെ ദൈവം നമ്മളെ പോറ്റു എന്ന് പറയുന്നത്. ഏലിയാവ് അല്ല വലിയ ആള്, നമ്മളാണ് അവനെക്കാട്ടി വലിയ ആള്. ആമേൻ. സ്തോത്രം. നമ്മുടെ പ്രാർത്ഥനയും പറച്ചിലും കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആരാന്ന് തോന്നും? ഒന്നുമല്ല, ആരുമില്ലാത്ത. ആ മനോഭാവം നിങ്ങൾ മാറണം. നിങ്ങളെ ദൈവം വീണ്ടെടുത്തിരിക്കുന്നത്, അതൊന്ന് വായിച്ചു. റെവലേഷൻ 5-ാം അധ്യായം 9-ാമത്തെ വാക്യം. റെവലേഷൻ 5:9. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ എന്ത് ചെയ്തു? വിലയ്ക്ക് വാങ്ങി. ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. എന്തുകൊണ്ട് ഞങ്ങളുടെ വിലക്ക് വാങ്ങി? ദൈവത്തിന് അവരെ രാജ്യവും അമ്മാമേ, പുരോഹിതന്മാരും 9-ാമത്തെ വാക്യം ചോദിച്ചോണ്ടിരിക്കുന്ന രാജ്യം പുരോഹിതണ്ട. 9-ാമത്തെ വാക്യത്തിനകത്ത് ഒന്നുകൂടെ വായിതേ. പുസ്തകം വാങ്ങുവാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. അപ്പൊ നിങ്ങളെ എന്നെ ആർക്ക് വേണ്ടി വിലക്ക് വാങ്ങിയവരാ? ദൈവത്തിന് വേണ്ടി വിലയ്ക്ക് വാങ്ങി. എന്തോ കൊടുത്ത് വിലക്ക് വാങ്ങിയത്? രക്തം കൊടുത്ത്, യേശുവിന്റെ രക്തം, അപ്പൊ അറുക്കപ്പെട്ട നിങ്ങളെ രക്തം കൊണ്ട്. ദൈവം വിലക്ക് വാങ്ങിയതാ. യേശു കർത്താവ് രക്തം കൊടുത്ത് വിലക്ക് വാങ്ങിയതാണെന്നുണ്ടെങ്കിൽ വിലക്ക് വാങ്ങിയവരെ ഒരു ഉദ്ദേശം ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. അതെന്താ ഉദ്ദേശം? എന്തുവാ അത്? 10-ാമത്തെ വാക്യം കർത്താവിന്റെ ആശയം ഇംഗ്ലീഷിലൊന്ന് വായിച്ചേ. മറിയാമ്മ സിസ്റ്റർ. നമ്മുടെ ദൈവത്തിന് മറിയാമ്മ സിസ്റ്റർ കേൾക്കുന്നില്ല. ലിസ്റ്റർ എന്താ വായന? വെളിപ്പാട് ഏത് ചാപ്റ്ററായിരുന്നു? And you have made them a kingdom and priest to our God, and they shall reign on the earth. ഓക്കെ, ലിസ്റ്റർ ഒന്ന് വായിച്ചേ. 9:5. നമ്മുടെ ദൈവത്തിനെ അവരെ And has made us രാജ്യം and has made us unto our God kings and priests, and we shall regain in the earth. നമ്മളെ ആരായിട്ട് എന്തായിട്ട് എടുത്തേക്കുന്ന? കിങ്സ്. രാജാക്കന്മാരും പുരോഹിതന്മാരുമായി. അപ്പൊ രാജാക്കന്മാരും പുരോഹിതന്മാരുമാണ് ഇതിനകത്തിൽ ഇരിക്കുന്ന ഓരോരുത്തരും. ആരാണ് ഇരിക്കുന്നത്? രാജാക്കന്മാരും പുരോഹിതന്മാരും. എന്നിട്ട് നമ്മുടെ മനോഭാവവും നമ്മുടെ പ്രാർത്ഥനയും ഒക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആരെ പോലെ തോന്നും? യാചകരെ പോലെ. വ്യത്യാസം ഉണ്ടാക്കി എടുക്കണോ വേണ്ടായോ? വേണം. വേണം. എന്റെ ഒന്നുമില്ലേ, അതാണ് ഇതാണ് എന്ന് ദാരിദ്ര്യം പറയാൻ കൊള്ളാമോ രാജാവിന്? ഹലോ രാജാക്കന്മാരെ, റാണിമാരെ, ദാരിദ്ര്യം പറയാൻ കൊള്ളാമോ? ഇല്ല. ആരാ ഈ ദാരിദ്ര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ? രാജാക്കന്മാരും പുരോഹിതന്മാരും രാവിലത്തെ വയ്യോളം കരച്ചിലും പോലും വിളി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഈ മോശ ഇസ്രായേൽ മക്കളെ കൊണ്ടുവന്ന്
ഈ അതിര് വരെ കൊണ്ടുവന്നു. എവിടിന്റെ അതിര് വരെ കൊണ്ടുവന്നു? കനാൻ ദേശത്തിന്റെ അതിര് വരെ കൊണ്ടുവന്ന് മോശ മരിച്ചു. ഇനി ആരാ കൊണ്ടുപോകേണ്ടത്? ആരാ? യോശുവ. അപ്പൊ നമ്മള് ഇപ്പോഴത്തെ ജോഷുവമാരാണെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്തേനെ? ഇപ്പോഴത്തെ പാസ്റ്റർമാരാണെന്നുണ്ടെങ്കിൽ ഇത്രയും പേരോട് നമുക്ക് കണ്ണുനീരോട് വെറുത്തിനോടെ നമുക്ക് ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കാം. അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ആണോ അല്ലയോ? വളരെ പ്രാർത്ഥിക്കാം, കണ്ണുനീരോടെ പ്രാർത്ഥിക്കാം, അങ്ങനെയല്ലേ ചെയ്യേണ്ടത്? ആണോ അല്ലയോ? ആരേലും പറ. അങ്ങനെയാ ചെയ്യേണ്ടത്. എന്നിട്ട് യോശുവ എത്ര നേരം കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചു? രാവും പകലും കുത്തിയിരുന്ന് പ്രാർത്ഥിച്ചോ? ഉപവാസ പ്രാർത്ഥന നടത്തിയോ? യോശുവൻ എന്തോ ചെയ്യാനാ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. 8-ാമത്തെ പറഞ്ഞു. 1:8 ഒന്ന് വായിച്ചേട്ടെ. ഇസ്രായേൽ മക്കൾ മോശയെ കുറിച്ച് യോശുവയുടെ പുസ്തകം 1:8. ഇസ്രായേൽ മക്കൾ മോശ എടുക്കല്ലേ. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുതേ. അതിൽ എഴുതിയിരിക്കുന്ന പോലെ ഒക്കെയും പ്രമാണിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എന്നാൽ നിന്റെ പ്രവൃത്തി സാധിക്കും, നീ കൃതാർത്ഥനായും ഇരിക്കും. ഈ 13 ഗോത്രങ്ങൾക്ക് സ്ഥലം വിഭാഗിച്ചു കൊടുക്കണം, യുദ്ധം ചെയ്യണം, ഇവരെ എല്ലാം നടത്തണം. ഈ മോശയുടെ കൂടെ നടന്ന പെറുപെറുപ്പും ബഹളങ്ങളെല്ലാം കണ്ട യോശുവയോട് പറയാ, നീ കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണമെന്നാണ് പറഞ്ഞ, ഉപവസിക്കണമെന്നാണ് പറഞ്ഞേ? നിയമത്തിന്റെ പുസ്തകം രാവും പകലും ധ്യാനിക്കാനാ പറഞ്ഞു. അപ്പൊ നമ്മളെന്തോ ചെയ്തോണ്ടിരിക്കുക? രാവും പകലും കരഞ്ഞു നിലവിളിച്ച് പ്രാർത്ഥിച്ചു. കരച്ചിലും കൂവലും വിളിയും പ്രാർത്ഥനയുമാണ്. എന്ത് ചെയ്താൽ നിന്റെ പ്രവൃത്തി നീ കൃതാർത്ഥനാകും? എന്ത് ചെയ്താൽ നീ കൃതാർത്ഥനാകും? പറഞ്ഞേ. നിയമത്തിന്റെ പുസ്തകങ്ങൾ രാവും പകലും ധ്യാനിക്കുമ്പോ നീ കൃതാർത്ഥനാകും. അത് ഇംഗ്ലീഷ് ഒന്ന് വായിച്ചേ. കൃതാർത്ഥനാകും എന്നുള്ള എങ്ങനെ? This book of the law shall not depart from your mouth, but you shall meditate on it day and night, so that you may be careful to do according to all that is written in it. For then you will make your way prosperous. You will make your way prosperous. And then you will have good success. And you will have good success. അപ്പൊ നമ്മൾ സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം? ദൈവത്തിന്റെ പ്രമാണം, ദൈവത്തിന്റെ പുസ്തകം രാവും പകലും എന്തോ ചെയ്തോണ്ടിരിക്കണം? ധ്യാനിച്ചുകൊണ്ടിരിക്കണം. എത്ര ലക്ഷം പേരുണ്ട്? 6 ലക്ഷത്തിൽ പരം ജനത്തെ കൊണ്ടുപോയി അവരെ വീടുകളാക്കി വീടുകളിൽ കൊണ്ട് താമസിപ്പിക്കണം. ചെറിയ ജോലിയാണെന്നുള്ളത് ആണോ? യുദ്ധം ചെയ്യണം, സ്ഥലം വിഭാഗിച്ചു കൊടുക്കണം, ഓരോരുത്തരെ കുടുംബമായി ഗോത്രമായി വിഭാഗിച്ചു കൊടുക്കണം, സ്ഥലം അളന്ന് വിഭാഗിച്ചു കൊടുക്കണ്ടേ? യുദ്ധം ചെയ്ത് സ്ഥലം പിടിച്ചടക്കണ്ടേ? എന്തുമാത്രം ജോലി കിടക്കുന്നവരോട് പറയാണ്, നീ എന്തോ ചെയ്യണം? എന്തുകൊണ്ടിരുന്നോണം? പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. എന്റെ സന്നിധി കടന്നു വന്ന് എല്ലാവരെയും കൂട്ടിക്കൊണ്ട് വന്ന് പ്രാർത്ഥിക്കാനാന്ന് പറഞ്ഞേ? ധ്യാനിക്കണം. അപ്പൊ നമ്മൾ ഗുഡ് സക്സസ് ആകണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യണം? ദൈവത്തിന്റെ വചനം ധ്യാനിക്കണം. എപ്പോഴൊക്കെ ധ്യാനിക്കണം? വല്ലപ്പോഴും. ഇവിടെ ഈ സ്ത്രീക്ക് പറ്റിയത് അടുത്ത ആഴ്ച ബാക്കി കാര്യം പറയാം. ഈ സ്ത്രീക്ക് പറ്റിയത് എന്നാന്നറിയാമോ? അവര് പറഞ്ഞു, ഞങ്ങൾ ഇത് തിന്നിട്ട് എന്താ ചെയ്യാനിരിക്കുക? പ്രശ്നം. മക്കളെ, നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് എന്നാന്നറിയാമോ? യേശു പഠിപ്പിച്ചത് നിങ്ങൾ പഠിക്കണം, നിങ്ങൾ കുത്തിയിരുന്ന് വായിക്കണം, എന്നിട്ട് ഗ്രഹിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് ആരോട് ചോദിക്കണം? ദൈവത്തോട് ചോദിക്കണം. പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും. നിങ്ങൾ എങ്ങനെയാണ് സക്സസ് ആകേണ്ടതെന്നും എങ്ങനെയാണ് നിങ്ങൾ പ്രോസ്പർ ആകേണ്ടതെന്നും നിങ്ങൾക്ക് അത് വെളിപ്പെടുത്തി തരും. നമ്മൾ കുത്തിയിരിക്കാൻ കുറച്ചു നേരം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? രാവിലെയോ ഉച്ചയ്ക്കോ വൈകിട്ടോ നിങ്ങൾക്ക് സമയം കിട്ടുന്നുണ്ട്. യു ഹാവ് ടു സിറ്റ് ഡൗൺ വിത്ത് ഹിം. കർത്താവിനോട് കൂടെ ഇരിക്കണം, കർത്താവിനോട് പറ്റിച്ചേർന്ന് ഇരിക്കാൻ പഠിക്കണം.
Amen. ഇന്ന് എത്ര പേര് ഒരു തീരുമാനമെടുക്കും? ഞാൻ കർത്താവിനോട് പറ്റിച്ചേർന്നിരുന്ന് അവന്റെ വചനം ധ്യാനിക്കുമെന്ന് എത്ര പേർക്ക് തീരുമാനം എടുക്കാൻ പറ്റും? നിങ്ങൾക്ക് സക്സസ് ആകണമെന്ന് തീരുമാനമുണ്ടോ? നിങ്ങൾക്ക് നല്ലതായിട്ട് ജീവിക്കുക, നിങ്ങളുടെ കുടുംബങ്ങൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ, നിങ്ങളുടെ മിനിസ്ട്രി സക്സസ് ആകണമെന്ന് ആഗ്രഹിക്കണമെന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം കർത്താവ് ആഗ്രഹിക്കുന്നുള്ളൂ. നിങ്ങൾ കർത്താവിനെ മെഡിറ്റേറ്റ് ചെയ്യുക, അവന്റെ വാക്കുകളെ മെഡിറ്റേറ്റ് ചെയ്യുക, രാവും പകലും മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക, അവന്റെ സന്നിധാനത്തിൽ ഇരിക്കുക, പറ്റിച്ചേർന്നിരിക്കുക. നിങ്ങൾ എവിടെ ചെന്നെന്ന് പറഞ്ഞാലും നിങ്ങളെ സക്സസ് ആകും. ദൈവം ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൃപ നിങ്ങളോട് എല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ.